ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ആഗ്രഹിച്ചതല്ല എൻ്റെ കൈവിട്ടു പോകുവാണല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും അവസാനം നിത്യ എന്നിലേക്ക് തന്നെ വരണം. ആ ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ. ആ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. കാത്തോളനെ. അവരെ കാണാനില്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെ പരിചയമുള്ളവരൊക്കെ വിളിപ്പിച്ചതാ. അല്ല, അവിടെ ചെന്നപ്പോൾ പിന്നെ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു. ആ സ്ത്രീയെ കാണാതായിട്ട് കുറച്ചധികം ദിവസമായത്ര. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണം. എനിക്ക് അവരുടെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്രയോ നഴ്സുമാരുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. ബോധമില്ലാതെ കിടക്കുന്ന എനിക്കാരെ പരിചയം ഉണ്ടാവണം. ആ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളത് സത്യമല്ല. അപ്പൊ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. ജീവനോട് ഇനി അവർക്ക് ചോദിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ്, എന്ത് ചോദിക്കാൻ? പോലീസുകാരെ വിളിപ്പിച്ചു, ഞാൻ പോയി. അതൊരു മര്യാദയല്ലേ? പോവാം, വാ നമുക്കിറങ്ങാം. ഹരി സാറേ. അല്ലേ ഇങ്ങനെ ഇല്ല കൊടുക്കാം സാർ, ഞാൻ പിടിക്കാം. ആൻറ്റി ഇവിടെ നിന്നാൽ മതി, ഞാൻ വണ്ടി എടുക്കാം. വണ്ടി എടുക്കുക. ശരവണ. സരി അമ്മ. എന്നമ്മ ബാഗ്. ശരവണൻ കയറുന്നില്ലേ? ഇല്ലമ്മ, നമ്മളെ മോളിലെ പുരയില് அந்த ഫാനോட കപ്പാസിറ്റർ പോയച്ച്. ഞാനത് വാങ്ങി തിരുമ്പി ഒരു ഓട്ടോ പിടിച്ച് വരാമ്മ.
செல்லம்மா நான் பின்னாடியே வரேன். ஆட்டோ பிடிக்கணும். അയ്യോ നോക്കി നടക്കണ്ടേ? അതെന്താ ക്ഷേത്രത്തിൽ കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി ഒഴിഞ്ഞു മാറിയത്? എന്നോടുള്ള ദേഷ്യം കാരണമായിരിക്കും. ജീവന്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോവാൻ ഞാൻ ഹരിയോട് പറഞ്ഞില്ലേ. ദൈവമേ, ആഗ്രഹിച്ചതല്ല എൻ്റെ കൈവിട്ടു പോവുകയാണല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും അവസാനം നിത്യ എന്നിലേക്ക് തന്നെ വരണം. ആ ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ. ആ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. കാത്തോളണേ. നിത്യ ഇപ്പം എന്നെ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്. അതിനൊരു മാറ്റവും വരരുത്. എതിർത്ത് നിൽക്കുന്നവരെല്ലാം നിഷേധിച്ച് നിത്യ എന്നിലേക്ക് തന്നെ വരണേ. ജീവന്റെ മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവുന്നില്ല. ഞാൻ പോകുന്നത് തെറ്റായ വഴിക്കാണെങ്കിൽ അതെനിക്ക് ചൂണ്ടിക്കാണിക്കണം. എന്നെ നേർവഴിയിലേക്ക് നയിക്കണേ ഭഗവാനെ. ദൈവമേ, നീ എനിക്ക് നേരായ വഴി കാണിച്ചു തരണേ.